ഹലോ. അപ്പോൾ നമ്മുടെ ലോറി എവിടെ പോയിന്ന് എല്ലാവരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ? ലോഡൊക്കെ കയറിയപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ. പക്ഷേ ഒരു കാര്യമുണ്ട്, വണ്ടി തിരിയാനായിട്ട് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമ്മുടെ വഴിയിലേക്ക് വീതി വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ വണ്ടി എങ്ങനെ കയറി വന്നെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ. അങ്ങനെ അവർ കഷ്ടപ്പെട്ട് വളച്ച് ഓടിച്ചൊക്കെ കുറേ പുറകോട്ടെടുത്തും തിരിച്ചും മറിച്ചും ഒക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഈ വണ്ടി ഇങ്ങനെയൊന്നും തിരിച്ച് കിട്ടിയത്. എന്നിട്ടും എനിക്ക് പേടിയാവുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ പോസ്റ്റ് അവിടെ നിൽപ്പുണ്ട്. അതുപോലെ നമ്മുടെ ആ മതിലിൻ്റെ ആ ഒരു കോണാകൃതിയിലുള്ള ആ ഭാഗമൊക്കെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു, മുട്ടുമോ കേട്ടോ. പിന്നെ ഈ നിൽക്കുന്ന ചേട്ടനില്ലേ, പച്ച ഷർട്ടിട്ട ചേട്ടൻ നമ്മുടെ കോതമംഗലംകാരനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ രാവിലെ വന്നപ്പോൾ പോലും ഭയങ്കര കമ്പനിയായിരുന്നു കേട്ടോ. ആളായിട്ട് നല്ല കമ്പനിയായി. പോകാൻ നേരത്തെ ചേട്ടൻ കല്ലൂസുമായിട്ടും ഭയങ്കരമായിട്ട് കൂട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുകയെന്ന് പറഞ്ഞ് ഞങ്ങളോട് ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞാട്ടോ ചേട്ടൻ പോയേ. അങ്ങനെ ഭയങ്കര സ്നേഹമുള്ളൊരു ചേട്ടനായിരുന്നു കേട്ടോ. കോതമംഗലത്ത് വാഴക്കുളത്തായിരുന്നു കേട്ടോ ചേട്ടൻ്റെ വീട്. അപ്പോൾ ദേ ചേട്ടൻ ടാറ്റ പറഞ്ഞ് ദേ കല്ലൂസും ഭയങ്കര കമ്പനിയായിരുന്നു. ഋഷിയും ട്യൂഷനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോറി കണ്ടപ്പോൾ രണ്ടും പുറത്തിറങ്ങിയതാണ്. അങ്ങനെ ഞങ്ങൾ കളിച്ചിരിച്ചിരുന്നപ്പോഴേക്കും ദേ അപ്പു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പു അമ്മു ഒക്കെ കൂടി വൈകുന്നേരം സന്ധ്യയായി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ചുമ്മാ ഒരു കളി കളിക്കാമെന്ന് കരുതിക്കൊണ്ട് എല്ലാവരും കൂടെ മുറ്റത്തിറങ്ങിയതാണ്. ആൻറ്റി അമ്മു അകത്തുണ്ട് കേട്ടോ. ഇല്ല തണുപ്പാ. അപ്പൂനും ലിറ്റുമോക്കും തണുപ്പാണ്. അവള് കാണിച്ചു കൊടുക്കാതടി. അപ്പൂന് നല്ല ചൂടുണ്ട്. കിട്ടി. അപ്പൂങ്കളുടെ കിട്ടിയിടി. നീ എന്തിനാ അങ്ങോട്ട് പോയാ? ഞാൻ ഇവിടെയല്ലേ ചൂട് പറഞ്ഞേ. ഇടറി ഇട്ടൂലി. തണുപ്പാ. ഭയങ്കര തണുപ്പാ. ലിറ്റുമോക്ക് പയ്യെ ചൂട് വരുന്നുണ്ട്. തണുപ്പായി. പറയാടി വേണ്ട ചൂടുണ്ടെങ്കിൽ. ലിറ്റുമോക്ക് നല്ല ചൂടാണേ. ലിറ്റുമോക്ക് നല്ല ചൂടാ. എവിടെ ഇങ്ങനെയാണ് കളിക്കുന്നത് നീ? ഇട്ടൂലി. അപ്പുന ഇടുന്ന പുറകെ കണ്ടുപിടിച്ചു. പോക്കറ്റ് ഇല്ലല്ലോ. എന്നാ ഏറ്റവും മോളെ തപ്പണേ. കല്ലൂസ് വേഗം തപ്പിപ്പിടിക്കേ. വേഗം തപ്പ. ഇവിടെയൊന്നും ഇല്ലട്ടോ. അത് കയ്യിൽ ചിലപ്പോ തെറിച്ചു പോയി കാണും. അയ്യോ, ഇത്രയും നേരം കിടന്ന് തപ്പിയിട്ട് ഇവിടെ തന്നെ നിന്നാട്ടോ അപ്പ് തപ്പിയതേ. അപ്പനാവുമ്പോഴാണ് ചെറുക്കന്റെ കളി കണ്ടോ ഈ കാണുന്നേ. ഇട്ട് കളിക്കുന്നു. ലിറ്റുമോക്ക് നല്ല ചൂട്. അപ്പു തണുപ്പത്താട്ടോ നിക്കുന്നേ. ലിറ്റുമോക്ക് നല്ല ചൂടാ. ലിറ്റുമോക്ക് ചൂടുണ്ട്. ലിറ്റുമോക്ക് അപ്പൂനും നല്ല ചൂടുണ്ട്. അങ്ങനെ ദേ ഞങ്ങളെല്ലാവരും കൂടെ ജസ്റ്റ് ഒന്ന് കൂടി കളിയൊക്കെ കളിച്ച് അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് കുറേ സമയം അങ്ങനെ പോയത് അറിഞ്ഞതേ ഇല്ല കേട്ടോ. ഇവർ ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും ഓടി പോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഇനിയും ദിവസങ്ങളിലൊക്കെ നമുക്ക് കൂടാം. അങ്ങനെ ഒരു നല്ലൊരു ശനിയാഴ്ചയും കഴിഞ്ഞതേ ഞായറാഴ്ചയിലേക്ക് കയറിയിരിക്കുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ പള്ളിയിൽ പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് രണ്ടുപേരും പൊറച്ച് മൂടി സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു. കല്ലൂസാണെങ്കിൽ എഴുന്നേറ്റിട്ട് പോലും ഇല്ല കേട്ടോ. അങ്ങനെ മടി പിടിച്ച രണ്ട് മടിയന്മാരെയും കൂടെ ഞാൻ വീട്ടിലെത്തിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ അവരോട് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ ദേ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേക്കും നല്ല കിടുക്കാച്ച് മഴയാണ് കേട്ടോ പെയ്തത്. മഴ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു. നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ പണികളൊക്കെ നമ്മൾ വേഗം തീർത്തായിരുന്നു. അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയ കാരണം വേഗമാണ് ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തത് കേട്ടോ. അങ്ങനെ മഴയത്ത് ഞാനും കല്ലൂസും കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. അവൾക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ എന്ന് കരുതിക്കൊണ്ട് അവളോട് കളിക്കാൻ ഞാനും ഇപ്പോൾ കൂടാറുണ്ട്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ച് സമയം അങ്ങനെ പോയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.